ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷനാണ്. കാരണം കുറേ ഇല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചങ്ങനെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നിങ്ങനെ പിക്ചറൈസ് ചെയ്യും, വിഷ്വലൈസ് ചെയ്യും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നൊക്കെ ചിന്തിക്കും, അതായത് പ്രതീക്ഷിക്കും. ഇതെല്ലാം ആ ഒരു ഇമാജിനേഷൻ കാരണമാണ്. എന്നിട്ട് എന്താ, ഇതെല്ലാം ഇമാജിൻ ചെയ്ത് ഒക്കെ ഒരു സിനാരിയോ വരെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പം ചെയ്യാനുള്ള കാര്യവും ചെയ്യില്ല. എന്നിട്ട് മുന്നോട്ട് പിന്നെ നോക്കുമ്പോൾ ആ സമയമാകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെയോ എല്ലാ കാര്യങ്ങളും നടക്കുക. അപ്പോൾ ശരിക്കും അത് നമുക്ക് ദോഷമല്ലേ ചെയ്യണേ, ആ തരത്തിലുള്ള ഇമാജിനേഷൻ. പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കും. മടി, പ്രൊക്രാസ്റ്റിനേഷൻ, അതിനെക്കുറിച്ചൊന്നല്ല ഞാൻ ഇവിടെ പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഇമാജിനേഷനാണ്. മുന്നോട്ട് ഇങ്ങനെ കുറേ ആലോചിച്ച് പിന്നെ ഇങ്ങനെ ആവാം, ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ വിചാരിച്ച് ചെയ്യില്ല. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, എന്ത് കാര്യവും അതൊരു സക്സസ്ഫുൾ ഫേസിലേക്ക് എത്തണമെങ്കിൽ, ഞാൻ സക്സസ് എന്നും പറയില്ല, ഇതൊക്കെ ഒരു ജേണി ആണല്ലോ. അപ്പോൾ ഒരു സക്സസ്ഫുൾ ഫേസിലേക്കെങ്കിലും എത്തണമെങ്കിൽ ആ ഒരു മൊമെൻറ്റം ബിൽഡ് ചെയ്തെടുക്കണം. മൊമെൻറ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമ്മളത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യും, അല്ലേ? ആ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവും, പിന്നെയും തിരിച്ചു വരണം. പക്ഷേ ആ മൊമെൻറ്റം ഉണ്ടാവണം. നമ്മൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തോ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ലോകത്ത് ഇതൊക്കെ നടക്കണു, അതായത് വലിയ വലിയ കാര്യങ്ങൾ, ലോകത്തിലിപ്പോൾ യുദ്ധം നടക്കുകയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ കാര്യത്തിന് എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാം. തീർച്ചയായിട്ടും പല രീതിയിൽ എഫക്റ്റ് ചെയ്യും, ഇല്ല എന്നല്ല. പക്ഷേ നമ്മുടെ ബേസിക് കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. നമ്മൾ അത് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. എഫക്റ്റ് ചെയ്യുക വരെ വെയിറ്റ് ചെയ്യുക. അത് എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അത് ചിന്തിച്ച് എന്താ പറയുക, ഇമാജിൻ ചെയ്ത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് കരുതി നമ്മൾ നിർത്തി വെക്കരുത് ഒരിക്കലും. പല കാര്യങ്ങളും അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ നിർത്തി വെച്ചുകൊണ്ടാണ് പിന്നെ അത് നടക്കാണ്ടിരുന്നത്. അപ്പോൾ മൊമെൻറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. കീപ് ഡൂയിങ് ഇറ്റ്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കുറേ പാളിച്ചകൾ ഉണ്ടാവും, അത് തിരുത്തുക, പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. ആ മൊമെൻറ്റം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പുറത്ത് പല കാര്യങ്ങളും നടക്കും. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇങ്ങനെയാണ്, യുദ്ധമാണ്. പക്ഷേ യുദ്ധമാണ്, എല്ലാമാണ്. അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആൾക്കാർ ജീവിക്കില്ലേ? എന്നും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണില്ലേ? അങ്ങനെ തന്നെയാണ്. ലൈഫ് വിൽ ജസ്റ്റ് ഗോ ഓൺ. കീപ് ദ മൊമെൻറ്റം കേട്ടോ. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക.